കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ ഒരു വരി മാത്രമാണ് ഞാൻ വായിക്കുന്നത്. അവൻ മിണ്ടാതിരുന്ന്, എന്നുവെച്ചാൽ ഒരു ആത്മീയ കൂട്ടായ്മയിൽ കൂടി വരുമ്പോൾ പ്രത്യേകിച്ച് സംസാരിക്കാൻ ഒന്നുമില്ലാത്തവൻ എന്തു ചെയ്യണം? അവൻ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ഒരു ആത്മീയ ശുശ്രൂഷയിലാണ് നാം പങ്കെടുക്കുന്നത്. ഒരു ദൈവവചന പ്രഘോഷണത്തിലാണ് നാം പങ്കെടുക്കുന്നത്. ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിലാണ് നാം പങ്കെടുക്കുന്നത്. അതിൽ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ വായിക്കുന്നു, അവൻ തന്നോട് തന്നെയും ദൈവത്തോട് തന്നെയും സംസാരിക്കട്ടെ. നമ്മളോട് തന്നെയും നമുക്ക് ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മളോട് തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് തന്നെ സംസാരിക്കാനുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങളോട് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ചല്ല, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദൈവത്തോട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രാർത്ഥിക്കുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് തന്നെയും ദൈവത്തോടും പ്രാർത്ഥിക്കട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. തന്നോട് തന്നെയും ദൈവത്തോടും സംസാരിക്കട്ടെ. കാരണം ചിലതെല്ലാം അവനവനോട് തന്നെ പറയാനുണ്ട്. ഒരാത്മീയ രംഗം എന്ന് പറഞ്ഞാൽ അതാ. ഒരാത്മീയൻ എന്ന് പറഞ്ഞാൽ അതാ. അവന് ദൈവത്തിൻ്റെ വചനമുള്ള സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ആ വ്യക്തി ആത്മീയ ദാഹമുള്ളതായ ഒരു വ്യക്തിയാണെങ്കിൽ അവനതിൽ പങ്കെടുക്കുമ്പോൾ അത് ആത്മീയമായി പ്രയോജനപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ സമയം നമ്മൾ ആത്മീയമായി പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം. ആത്മീയമായി പ്രയോജനപ്പെടുത്തുക. ആത്മീയമായി പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയാണോ? നമ്മുടെ ബുദ്ധിമുട്ടുകളും ആവലാതികളും ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണോ ആത്മീയമായി പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? അല്ല. ആത്മീയമായി പ്രയോജനപ്പെടുത്തിയവർ തന്നെത്താൻ സംസാരിച്ചതായ ചില ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ ശുശ്രൂഷയിലാണ് നാം പങ്കെടുക്കുന്നത്. അതിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മൾ ആത്മീയമായ പ്രയോജനപ്പെടുത്തണം. എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ആത്മീയമായ സമർപ്പണങ്ങൾ ഉണ്ടാകണം. ആത്മീയമായ തന്നെത്താൻ തിരുത്തലുകൾ ഉണ്ടാകണം. ഞാൻ തന്നെ എന്നെ തിരുത്തണം, ഞാൻ തന്നെ എന്നെ വെട്ടണം. വെട്ടുക എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ തന്നെ എൻ്റെ അഭിപ്രായത്തെ വെട്ടിമാറ്റണം. ഞാൻ തന്നെ എന്നെ തിരുത്തണം. ഞാൻ പറഞ്ഞു പോയ വാക്കുകൾ, ഞാൻ പറഞ്ഞതായ ആ ചില പ്രവൃത്തികളെ, ചിലതെല്ലാം ഞാൻ തന്നെ അത് തെറ്റി അരുതാത്തതായിപ്പോയി എന്ന് എനിക്ക് തന്നെ തിരുത്താനുണ്ട്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കണം. അതാണ് ആത്മീയമായി പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, ഒരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ദൈവമക്കളെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം. തീർച്ചയായും ആ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് പറയാനുണ്ട്. പല വിഷയങ്ങൾ പ്രയാസമാണ്, മാത്തമാറ്റിക്സ് പ്രയാസമാണ്, അത് ലാംഗ്വേജ് പ്രയാസമാണ് എന്ന് വേണ്ട, അവർക്ക് ധാരാളം പ്രയാസങ്ങളുണ്ട്. മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്, ഉദ്ദേശിച്ച പോലെയുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതായ അവരുടെ പ്രാർത്ഥനയാണ്. കുഞ്ഞുങ്ങളത് ചെയ്യണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, ജോലി അന്വേഷിക്കുന്നവർ തീർച്ചയായും ഈ സമയം പ്രയോജനപ്പെടുത്തണം. അവർ ഈ സമയം പ്രാർത്ഥിക്കാനുമായി പ്രയോജനപ്പെടുത്തണം. അവരുടെ ഭാരങ്ങൾ പറയാൻ പ്രയോജനപ്പെടുത്തണം. അവരുടെ തോൽവി, പരാജയങ്ങൾ തുറന്നു പറയാനും പ്രയോജനപ്പെടുത്തണം. പക്ഷേ മുതിർന്നവരായ നമ്മൾ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോകുന്നതിൽ അർത്ഥമില്ല. അതിനല്ല നാം വന്നത്. നാം വന്നത് നമ്മളോട് തന്നെയും ദൈവത്തോടും സംസാരിക്കാനാണ്. നമ്മളോട് തന്നെ ദൈവത്തോട് സംസാരിക്കാനാണ്. അതാണ് ആത്മീയ സമർപ്പണങ്ങൾ. അഥവാ നാം വന്നത് ഒന്നുകൂടെ കർത്താവായ യേശുക്രിസ്തുവിനോട്
അടുക്കാനാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് അടുക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമക്കളെ, ഞാൻ ഈ വചനം പറയാൻ ഇവിടെ നിൽക്കുന്നു. എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ? ഞാൻ ഈ വചനം പറയുന്നതിലൂടെ, ഞാൻ ഈ ദൈവത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കുന്നതിലൂടെ, ദൈവകൃപ എൻ്റെ നാവിലൂടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തോടും അടുക്കുന്നു. എൻ്റെ മുമ്പിൽ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോടും എനിക്ക് അടുക്കണം. ഹൃദയം കൊണ്ട് അടുക്കണം, ഹൃദയം കൊണ്ട് അടുത്തു വരണം, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അത് ഏത് ആത്മീയ ശുശ്രൂഷകനായാലും ദേവാലയത്തിലെ പുരോഹിതനായാലും അവൻ ഓരോ കുർബാന കഴിയുമ്പോഴും അവൻ ദൈവത്തോട് അടുത്തവനാകണം. അവൻ ദൈവത്തോട് കൂടുതൽ അടുത്തവനായിരിക്കണം. ഏത് ആത്മീയ ശുശ്രൂഷകനും സാക്ഷ്യം പറയുന്നവർ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കഴിയുമ്പോൾ അവർ ക്രിസ്തുവിനോട് അടുക്കണം. പാട്ട് പാടുന്നവർ പാട്ട് കഴിയുമ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കണം, കൂടുതൽ സമർപ്പണമുള്ളവരാകണം, കൂടുതൽ ബന്ധമുള്ളവരാകണം. അതിനാണ് ദൈവത്തോടും മനുഷ്യരോടും തമ്മിൽ സംസാരിക്കുക എന്ന് പറയുന്നത്. ലൂക്കോസ് 5:5 ദൈവത്തിൻ്റെ വചനം കേട്ട പത്രോസിന്റെ ഒരു അനുഭവം എന്താണ്? അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എങ്കിലും പത്രോസ് യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുക. യേശുക്രിസ്തുവിന്റെ വചനമൊക്കെ കേട്ടു പത്രോസ്. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് യേശുക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കിച്ചിരി മീൻ തന്നോട്ടോ. മീനില്ലല്ലോ, പടകിൽ ഒട്ടും മീനില്ലല്ലോ. കർത്താവേ, നീ ഇത്രയൊക്കെ കഴിവുള്ള ഒരാളല്ലേ, എൻ്റെ പടകിൽ ഇച്ചിരിയൊക്കെ മീൻ തന്നോട്ടോ. ഒരു മീനിന് വേണ്ടി ചോദിച്ചോ? പ്രാർത്ഥിക്കുകയല്ല ഇതത്. കർത്താവ് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അയ്യോ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എനിക്കറിയാം ഇവിടെ മീനില്ല എന്ന് എനിക്കെല്ലാം അറിയാം, കൃത്യം അറിയാം. എങ്കിലും ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. അതാണ് പത്രോസ് സംസാരിച്ച വാക്യം, യേശുവിനോട് സംസാരിച്ച വാക്യം. അതാ, കർത്താവേ, എനിക്കെല്ലാം മനസ്സിലാവുന്നില്ല, എനിക്കെല്ലാം ഉൾക്കൊള്ളാനും പറ്റുന്നില്ല, പക്ഷേ എങ്കിലും ഞാൻ നിന്നെ അനുസരിക്കാം. എനിക്ക് മീൻ തന്നെ ഒന്ന് ചോദിച്ചവിടെ നിൽക്കുകയല്ല ഇതത്. ദൈവമക്കളെ, നിങ്ങളിവിടെ വന്നിരുന്നിട്ട് കർത്താവേ, എനിക്ക് അത് തരണം, ഇത് തരണം, അങ്ങനെ തരണം, ഇങ്ങനെ തരണമെന്നല്ല. നിങ്ങൾക്കോ എനിക്കും പറയാൻ പറ്റണം, കർത്താവേ, ഞാൻ നിന്നെ ഇനി അനുസരിച്ചോളാം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് ദൈവം തൊട്ട ഹൃദയം എന്ന് പറയുന്നത്. പത്രോസിന്റെ ഉള്ളത്തിൽ ദൈവം തൊട്ടു. യേശുക്രിസ്തു തൊട്ടതായ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് അനുസരിക്കാനുള്ള തീരുമാനങ്ങളുണ്ടാകും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു കൊള്ളാം. മനുഷ്യർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്നില്ല. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമുണ്ട്. ഈ വചനം ഞാൻ അനുസരിച്ചു കൊള്ളാം, ഈ വചനമനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം, ഈ വചനമനുസരിച്ച് ഞാൻ തിരുത്തിക്കൊള്ളാം, ഈ വചനമനുസരിച്ച് എൻ്റെ ജീവിതത്തിലെ അന്യായങ്ങൾ ഞാൻ അഴിച്ചുകൊള്ളാം, വചനമനുസരിച്ച് എനിക്ക് തെറ്റുപറ്റിയത് ഞാൻ തിരുത്തിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിച്ചു കൊള്ളാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നും മിണ്ടാനില്ല, പത്രോസിനൊന്നും മിണ്ടാനില്ല. അവിടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നോടും ദൈവത്തോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചാൽ മതി. കർത്താവേ, എനിക്കെല്ലാം ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഞാൻ അനുസരിച്ചോളാം. പത്രോസ് യോഹന്നാൻ 21-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പുനരുത്ഥാനമെല്ലാം കഴിഞ്ഞ് പത്രോസ് തള്ളിപ്പറഞ്ഞ് പത്രോസ് യേശുവിനെ വിട്ടുപോയി. ഒന്നും കിട്ടാത്ത രാത്രി ആ കർത്താവ് തന്നെ പത്രോസിനോട് ചോദിച്ചു, അവിടെ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല. കർത്താവ് പറഞ്ഞു, വലതുവശത്തേക്ക് വല വീശ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പത്രോസ്, കർത്താവേ, നിന്റെ വാക്കിന് വലയിറക്കാമെന്നൊന്നും പറഞ്ഞില്ല. വലതുവശത്ത് പോയിട്ട് അവിടെ വളർച്ചയായി. അതങ്ങനുസരിച്ചു. ദൈവമക്കളെ, ആദ്യം അനുസരിക്കാനൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു കഴിഞ്ഞ പത്രോസിന്
പിന്നെ അനുസരിക്കാൻ ഒരു പ്രയാസമില്ല. ദൈവമക്കളെ, എവിടെയാണ് വളർച്ച? അതാണ് ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ആദ്യം ഒരു പ്രയാസമൊക്കെ ഉണ്ട്. അന്ന് വെറും മനുഷ്യന്, ഇപ്പോൾ ഒരു ക്രിസ്തുവിൻ്റെ അടിമയായി കഴിഞ്ഞു. അനുസരിച്ചു. ദൈവമക്കളെ, ദൈവത്തോടും മനുഷ്യരോടും സംസാരിക്കും. പത്രോസ് സംസാരിച്ചു, ഞാൻ അനുസരിച്ചോളാം. നിങ്ങൾ എത്ര പേര് സംസാരിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പേര് നിത്യനായ ദൈവത്തോട് പറയുന്നുണ്ട്, കർത്താവേ ഞാൻ അനുസരിച്ചോളാം, ഞാൻ അനുസരിച്ചോളാം? പത്രോസിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടാണ് അവനോട് സംസാരിച്ചത്. അവസ്ഥ അറിഞ്ഞതിനോട് സംസാരിക്കുമ്പോൾ മകളെ, നിനക്കത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. നിനക്ക് തിരുത്തേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കും. നിൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതായിരിക്കും. അപ്പോഴും നിൻ്റെ വായിൽ നിന്നേ വരാൻ പാടുള്ളൂ, അനുസരിച്ചുകൊള്ളാം, അനുസരിച്ചുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ പൊന്തിയോസ് പീലാത്തോസ് കർത്താവായ യേശുവിനെ വിസ്തരിച്ച മനുഷ്യൻ, നാടുവാഴി, രാജാധികാരമുള്ളയാൾ. അവനൊരു സമർപ്പണം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ സത്യത്തെ ക്രൂശിക്കുകയില്ല എന്നുള്ളതായ ഒരു സമർപ്പണം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊരു തീരുമാനം കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ, അങ്ങനെയൊരു തീരുമാനം, ഞാൻ സത്യത്തെ ക്രൂശിക്കുകയില്ല എന്നുള്ളതായ ഒരു തീരുമാനം ആ പൊന്തിയോസ് പീലാത്തോസിനുണ്ടായിരുന്നുവെങ്കിൽ, ദൈവമക്കളെ, അവൻ്റെ കാര്യം കർത്താവ് ഏറ്റെടുക്കില്ലായിരുന്നു. അവൻ്റെ കാര്യം കർത്താവ് ഏറ്റെടുക്കില്ലായിരുന്നു. പക്ഷേ ആ സമർപ്പണമില്ലാതെയാണ് അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നതും അവൻ വിസ്തരിച്ചതും യേശുവിനെ മുട്ടിയുരുമ്മി പോയതൊക്കെ. അനേകർ സമർപ്പണമില്ലാതെയാണ് മുട്ടിയുരുമ്മി പോണത്. അനേകർ സമർപ്പണമില്ലാതെയാണ് കൂട്ടായ്മയിൽ ഇറങ്ങി നടക്കുന്നത്. അനേകർ സമർപ്പണമില്ലാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഈ സഹോദര, നിനക്കൊരു സമർപ്പണമില്ലാതെ നീ ഏത് ആത്മീയ രംഗത്ത് ഇറങ്ങി നടന്നാലും, നീ ഏത് ആത്മീയ ശുശ്രൂഷ ചെയ്താലും, നീ ഏത് പദവിയിലുള്ളവനായാലും നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടുകയില്ല. സത്യത്തെ ക്രൂശിക്കുകയില്ല എന്നുള്ള ഒരൊറ്റ സമർപ്പണം മതിയായിരുന്നു പൊന്തിയോസ് പീലാത്തോസിന്. ആ സമർപ്പണം അവനുണ്ടായിരുന്നില്ല. അവനെ കൊണ്ട് എഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചു. വാസ്തവത്തിൽ അതും ഒരു ദൈവദിശയാണ്. കാരണം വെളിപാട് പുസ്തകം നാം വായിക്കുമ്പോൾ ദേവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ അതിലൊരു വാക്യമുണ്ട്, നമ്മുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കാണുമ്പോൾ അവൻ്റെ തുടമേലും അവൻ്റെ വസ്ത്രത്തിൻ്റെ മേലും ഒരു എഴുത്തുണ്ടായിരുന്നു. 19-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. 19:16. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ശരിയായ പേര് തന്നെയാണ്. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പിന്നീട് വേദപുസ്തകം കാണിച്ചു തരുമ്പോൾ അത് തന്നെയാണ് ഏതാണ്ട് ഈ പൊന്തിയോസ് പീലാത്തോസ് എഴുതിയത്, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. എന്ന് വച്ചാൽ ആത്മീയമായി അവന് ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാമായിരുന്നു, ഒരു ശരിയായ വെളിച്ചത്തിലേക്ക് വരാമായിരുന്നു. പക്ഷേ സമർപ്പണമില്ലാതെ ആത്മീയ രംഗത്ത് നിന്നു. ദൈവമക്കളെ, തിരുത്തുന്നൊരു ദൈവമുണ്ട്, തിരുത്തിക്കും. പറഞ്ഞ വാക്ക് തിരുത്തിക്കും ദൈവം. പൗലോസ് അപ്പോസ്തലനെ നോക്കാം നമുക്ക്. പൗലോസ് അപ്പോസ്തലന്റെ ഫിലിപ്പിയ ലേഖനം 3:12 പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അതാണ് പൗലോസിന് തന്നെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടവനാണ്. തന്നെത്താൻ പറയുക, തന്നെ പറയുക, അവനവനെ കുറിച്ച് തന്നെ പറയുക, ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടവനാണ്. സഹോദര, നിനക്ക് പറയാൻ പറ്റുമോ? സഹോദര, നിനക്ക് പറയാൻ പറ്റുമോ? നീ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ അനേക ആത്മീയ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഐ ആം എ ക്യാപ്റ്റീവ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനാണ്. അതാണ് പൗലോസിന്റെ ഭാഷ. തന്നെക്കുറിച്ച് തന്നെ പൗലോസ് പറഞ്ഞ വാക്കതാ, ഞാൻ പിടിക്കപ്പെട്ടവനാ. കർത്താവായ യേശുവിൻ്റെ മുറിഞ്ഞ കരം കൊണ്ട് ഞാൻ പിടിക്കപ്പെട്ടവനാ. അവൻ്റെ ആടിപ്പാടുള്ള കരം കൊണ്ട് ഞാൻ പിടിക്കപ്പെട്ടവനാ. ദൈവമക്കളെ, അതാണ് അഭിമാന വിഷയം. അതാണ് പൗലോസിന്റെ അഭിമാന വിഷയം. ഞാനൊരു സഭാസ്ഥാപനം എന്നുള്ളതല്ല, ഞാൻ ഇന്ന സഭകളെല്ലാം സ്ഥാപിച്ചു, ഇന്ന സ്ഥലത്തെല്ലാം സഭ സ്ഥാപിച്ചു,
ഇന്ന അത്ഭുതങ്ങളെല്ലാം ചെയ്തു. അതൊന്നുമല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു. ഞാൻ കടിഞ്ഞാണില്ല നടന്ന കാലത്ത് ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം എടുക്കാം. എൻ്റെ 11-ാമത്തെ വാക്യമായിരിക്കണം, 26-11. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, തൻ്റെ കഴിഞ്ഞകാല സ്വഭാവത്തെക്കുറിച്ച് പൗലോസ് തന്നെത്താനങ്ങ് പറയുകയാണ്. അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. അന്നത്തെ തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പൗലോസ് പറയുക, അന്ന് എനിക്ക് ആത്മീയ ഭ്രാന്തായിരുന്നു. ക്രിസ്തുവിനെ നേരിട്ടറിയാതെ, ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ്, കർത്താവായ യേശുവിനാൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ആത്മീയവും എൻ്റെ തീഷ്ണതയുള്ള ആത്മീയവും എൻ്റെ ആത്മീയ തീഷ്ണതയിലും ഞാൻ നടന്ന കാലത്ത് ഞാനൊരു ഭ്രാന്തനായിരുന്നു. അതാണ് പൗലോസിൻ്റെ ഭാഷ. തന്നെക്കുറിച്ച് തന്നെ അത്യന്തം ഭ്രാന്തി പിടിച്ചൊരു മനുഷ്യനായിരുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ആ ഭ്രാന്ത് കർത്താവ് തിരുത്തിച്ചു. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. ഇന്ന് ലജ്ജയോടെ പറയുക, താൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനെക്കുറിച്ച് ഇന്ന് ലജ്ജയോടെ പറയുക, അന്ന് എനിക്ക് ഒരുതരം ഭ്രാന്തായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം തിരുത്തി പറയിക്കുന്നവനാണ്. നമ്മുടെ തീഷ്ണതയിലും നമ്മുടെ വലിയ ശുഷ്കാന്തിയിലൊക്കെ നാം ചെയ്തതും കാട്ടിക്കൂട്ടിയതും പലതും, നാം അന്ന് വലിയ വീര്യകാര്യങ്ങളായിട്ടൊക്കെ പറഞ്ഞത് പലതും തിരുത്തിക്കുന്നവനാണ് ഈ ദൈവം. തിരുത്തിക്കുന്നവനാണ് ഈ ദൈവം. ഉത്തരപിതാവായ യാക്കോബിനെ ദൈവം തിരുത്തിയില്ലേ? ഞാൻ നിന്റെ മകൻ ഏശാവ് എന്ന് പറഞ്ഞെടുത്ത് ദൈവം തിരുത്തിച്ചില്ലേ? ഞാൻ നിന്റെ മകൻ യാക്കോബ്, ഞാൻ യാക്കോബാകുന്നു. തിരുത്തിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, രോഗം വന്നിട്ടല്ല, രോഗമൊന്നും വന്നിട്ടില്ല. യാക്കോബിന് രോഗം വന്നില്ല, പൗലൂസിന് രോഗമൊന്നും വന്നില്ല. പക്ഷേ തിരുത്തിച്ചു. എങ്ങനെ? ഹൃദയം മാറ്റിക്കൊടുത്തു. ഹൃദയം മാറ്റിയപ്പോൾ തിരുത്തി കൊടുത്തു. ഹൃദയം മാറ്റിയപ്പോൾ താൻ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ അഭിപ്രായങ്ങളും കഴിഞ്ഞ കാലങ്ങളിലുള്ള തൻ്റെ പരാക്രമങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ താൻ ചെയ്തതെല്ലാം ആന മണ്ടത്തരമായിരുന്നുവെന്നും വെറും ആത്മീയ ഭ്രാന്തായിരുന്നുവെന്നും ഇന്ന് തിരിച്ചു പറയുന്നു. ദൈവത്തോടും മനുഷ്യരോടും സംസാരിച്ചു. ദൈവമക്കളെ, എനിക്കും പലതും തിരുത്താനുണ്ട്. ഞാനും തിരുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് പറഞ്ഞ പല അഭിപ്രായങ്ങളും എനിക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആത്മീയമായ വെളിച്ചവും സുബോധവും ആത്മീയമായ വെളിച്ചത്തിലേക്ക് വരും തോറും കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതൊക്കെ പലതും പോഷ്കായിരുന്നുവെന്നും പലതും ശരിയല്ലായിരുന്നു, അന്ന് വളർച്ചയില്ലായിരുന്നുവെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ തിരുത്തണം. നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. നാം ഒരാളെ കൂടെ മാത്രം ചിന്തിക്കുകയാണ്. ശമരിയാക്കാരി സ്ത്രീ. എന്താണ് അവളുടെ പ്രത്യേകത? തന്നെത്താൻ ദൈവവേല ചെയ്തു. അവളുടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കി. അവൾ തന്നെത്താൻ ദൈവവേല ചെയ്തു. ആരും പ്രേരിപ്പിച്ചില്ല, ആരും ഉത്സാഹിപ്പിച്ചില്ല, ആരും കൂടെ പോരാനുണ്ടായില്ല, ആരും ഉണ്ടായില്ല. അവൾ തന്നെത്താൻ ദൈവവേല ചെയ്യാൻ അവൾ സമർപ്പണം കൊടുത്തു. 4:28, യോഹന്നാൻ 4:28 എന്താണ് വായിക്കുന്നത്? അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനത്തോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുവിൻ, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവളുടെ ഹൃദയം നിറയെ യേശുവാ. എന്നോട് ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ പുരുഷൻ അവൻ യേശുവാണ്. കാരണം അതിന് മുമ്പ് അവളോട് യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെ മിശിഹ എന്ന് പറയുന്നുണ്ട്. നിന്നോട് സംസാരിക്കുന്നവൻ മിശിഹായാണ്. യേശു അവളോട് പറയുന്നുണ്ട്. കർത്താവായ യേശു മഹാപുരോഹിതനായ കയ്യാഫാവിനോടും ഇതേ വാക്ക് തന്നെ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ മിശിഹായാണ്. ഈ ശമരിയ സ്ത്രീയോട് പറഞ്ഞ അതേ വാക്ക് തന്നെ മത്തായിയുടെ സുവിശേഷം നിങ്ങൾ വായിച്ചാൽ കാണാം. 26-ാം അധ്യായം 64-ാമത്തെ വാക്യത്തിൽ പറയും, നിന്നോട് സംസാരിക്കുന്ന ഞാൻ മിശിഹായാണ്, ഞാൻ മിശിഹായാണ് നിന്നോട് സംസാരിക്കുന്നത് എന്നാണ് കയ്യാഫാവിനോട് പറഞ്ഞത്. 26-ന്റെ 64. യേശു അവനോട്, ഞാനാകുന്നു,
ഇനി മനുഷ്യപുത്രൻ സർവശക്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഖല വാഹനമാക്കി വരും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ മിശിഹായാണ്, എന്നെ നീ കാണും, ഞാൻ ആകാശമേഘങ്ങളിൽ വരുന്നത് നീ കാണുമെന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതന് ഒരു കൂസലും ഉണ്ടായില്ല. മഹാപുരോഹിതൻ കൂസിയില്ല. മഹാപുരോഹിതൻ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടോ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ പാവപ്പെട്ട ശമരിയ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുന്ന മിശിഹായാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പാത്രം താഴെ വെച്ചിട്ട് അവൾ തന്നെത്താൻ ദൈവവേലയ്ക്ക് വേണ്ടി ഓടി. അവൾ തൻ കണ്ണുമുട്ടുന്നവരോടെല്ലാം പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു പുരുഷനെ വന്ന് കാണുകയും. അവൾ തന്നാലാവത് ചെയ്തു. അവൾ തന്നാലാവത് ചെയ്തു. ആളും ആരും പറഞ്ഞില്ല. അവൾക്ക് പോകാവുന്ന വീടുകളിലല്ലേ പോകാൻ പറ്റുള്ളൂ. അവൾ എങ്ങനെയുള്ള സ്ത്രീയാ? അവൾക്ക് പോകാവുന്ന വീട് ഏതൊക്കെയുണ്ട്? അത്രയുള്ള വീടുകളൊക്കെ അവൾ പോകാൻ പറ്റുള്ളൂ. പക്ഷേ അവൾ അടങ്ങിയിരുന്നില്ല. അവൾ തന്നാലാവത് താൻ കണ്ട ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണണമെന്ന ആഗ്രഹത്തോടെ അവൾ ദൈവത്തിൻ്റെ വേല ചെയ്തു. ഒരുപക്ഷെ മാനസാന്തരപ്പെട്ടതിൽ ഏറ്റവും സന്തോഷിച്ച ഒരു വ്യക്തി അവളായിരിക്കും. പ്രിയപ്പെട്ടവരെ, കാരണം മാനസാന്തരത്തിൻ്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ മറ്റൊരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം. മാനസാന്തരപ്പെട്ടതിൻ്റെ സന്തോഷം ഞാൻ അനുഭവിക്കണമെങ്കിൽ ഞാൻ മറ്റൊരാളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നാലേ ആ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. തന്നെത്താൻ ദൈവവേല ചെയ്തു. എത്ര ശ്രേഷ്ഠമാണ്! ആരും പറഞ്ഞു കൊടുത്തില്ല. അവൾക്ക് തന്നോട് തന്നെ പറയാനുണ്ടായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്, എന്നാലും എനിക്ക് ക്ഷമിച്ചു കിട്ടി. എനിക്ക് ക്ഷമിച്ചു തന്ന യേശുവിനെ, എനിക്ക് വെളിച്ചം തന്ന യേശുവിനെ ഞാൻ മറ്റുള്ളവരോട് പറയണം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടും മനുഷ്യരോടും സംസാരിച്ചു. നമുക്ക് ചിന്തിക്കാൻ ഇനിയുമുണ്ട്. ഇനിയും ചിലരെല്ലാം നമുക്ക് പരിചയപ്പെടാനുണ്ട്. ദൈവത്തോടും മനുഷ്യരോട് സംസാരിച്ചു. കർത്താവേ, ഹല്ലേലൂയ. ദൈവമക്കളെ, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഒന്നും നമുക്ക് തരാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ പാപങ്ങളത്രേ നമ്മളെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരാം. അരുമനാഥൻ്റെ കാൽക്കീഴിൽ വീഴാം. കർത്താവേ, ഞാൻ അനുസരിച്ചു കൊള്ളാം. പത്രോസ് ആദ്യമേ പറഞ്ഞു, കർത്താവേ, എനിക്കൊന്നും മനസ്സിലായില്ല, യെറ്റ് ഐ വിൽ ഒബേ, ഞാൻ അനുസരിച്ചുകൊള്ളാം. രണ്ടാമത് പറയേണ്ടി വന്നില്ല. പത്രോസേ എന്ന് രണ്ടാമത് പറയേണ്ടി വന്നില്ല. ഒറ്റ വാക്കിൽ അനുസരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആർക്കെല്ലാം ഒറ്റ വാക്കിൽ അനുസരിക്കാം, ആർക്കെല്ലാം തിരുത്താം. കർത്താവേ, എൻ്റെ പഴയ അഭിപ്രായങ്ങളൊന്നും ശരിയായിരുന്നില്ല. അന്ന് ഞാൻ ചില വീറോടെ, ഞാൻ എൻ്റെ ആവേശത്തോടെ അക്കാലത്ത് പലതെല്ലാം പറഞ്ഞു. ഇന്നെനിക്ക് ആത്മീയമായി കുറച്ചുകൂടെ പ്രകാശം കിട്ടിയപ്പോൾ മനസ്സിലായി, അന്നത് പോഷ്കായിരുന്നു. അന്ന് എൻ്റെ ഒരു വിധത്തിൽ എൻ്റെ ഒരു ഭ്രാന്തായിരുന്നു എൻ്റെ അഭിപ്രായങ്ങളെന്ന് ഇന്ന് മനസ്സിലായി. ആർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്? മകനെ, കഴിഞ്ഞ കാലങ്ങൾ നീ പറഞ്ഞതും നീ ചെയ്തതും നീ ഓടി നടന്നതും നീ പലതും കാട്ടിക്കൂട്ടിയതും പലതും പ്രചരിപ്പിച്ചതും എല്ലാം ഒരു വിധത്തിൽ ഒരു ഭ്രാന്തായിരുന്നു, ഒരു ആത്മീയ ഭ്രാന്തായിരുന്നു, ഒരു ഫോഷ്കായിരുന്നു. അതൊന്നും സുബോധത്തിൻ്റെതായിരുന്നില്ല, അതൊന്നും വെളിച്ചത്തിൻ്റെതായിരുന്നില്ല, അതൊന്നും ആത്മീയമായിരുന്നില്ല. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? അതൊന്നും ആത്മീയമായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ വലിയ സാക്ഷ്യം, ഞാൻ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മക്കളുടെ നേരെ നിന്റെ കൈ നീണ്ടു വരുന്നതിനാ നിനക്ക് സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവായ യേശുവിൻ്റെ ആ തുളയ്ക്കപ്പെട്ട കരം ഈ മക്കളെ പിടിക്കുവാൻ നീണ്ടു വരുന്നതിനാ സ്തോത്രം. അപ്പോസ്തലനെ ആ ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് ആ വെളിച്ചത്തിൽ, ആ പ്രകാശത്തിൽ അവനെ പിടിച്ചതായ കരം നീണ്ടു വരുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവെ, കരം നീട്ടി ഈ നിന്റെ മക്കളെ ഒന്ന് പിടിക്കണമേ. ആർക്കെല്ലാം ആഗ്രഹമുണ്ട് യേശു എന്നെ ഒന്ന് പിടിക്കണമെന്ന്? ആർക്കെല്ലാം കൊതിയുണ്ട്? ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? പത്രോസിനെ പിടിച്ച കരം കൊണ്ട് എന്നെ ഒന്ന് പിടിക്കണമേ. ഞാൻ പിടിക്കപ്പെട്ടവനാണ്, ഞാൻ കൂട്ടുകാരെ പോലെയുള്ളവനല്ല, ഞാൻ എൻ്റെ ചാർച്ചക്കാരെ പോലെയല്ല, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, എൻ്റെ റൂംമേറ്റിനെ പോലെയല്ല, എൻ്റെ കോളേജ് മേറ്റിനെ പോലെയല്ല, എൻ്റെ ക്ലാസ്മേറ്റിനെ പോലെയല്ല. ഞാൻ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനാണ്. ഞാൻ മറ്റു ക്രിസ്ത്യാനികളെ പോലെയുമല്ല, ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടവനാണ്. തീരുമാനമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി കുഞ്ഞാടിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പിടിക്കപ്പെട്ടവനാണ്, ഞാൻ അനുസരിച്ചു കൊള്ളാം. ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടവനാണ്. അതാണ് എൻ്റെ സാക്ഷ്യം, അതാണ് എൻ്റെ ജീവൻ, അതാണ് എൻ്റെ ചൈതന്യം, അതാണ് എൻ്റെ ഭാവി, അതാണ് എൻ്റെ ആശ്വാസം.
നല്ല ദൈവമേ, കാരുണ്യവാനേ, ഇന്ന് നീ കരം നീട്ടിപ്പിടിച്ച നിന്റെ മക്കൾക്കായി സ്തോത്രം. അനേകർ ദൈവത്തോടും മനുഷ്യരോടും തന്നോട് തന്നെ സംസാരിക്കാൻ നിന്റെ മക്കളെ പ്രാപ്തരാക്കുന്നതിനാൽ സ്തോത്രം. അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് ഉത്തരം തരുമാറാകണമേ.